റീൽസിലും ഷോർട്സിലൊക്കെ ആയിട്ട് ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കാണുന്നതാണ് സുഡിയോയിലെ സെയില്. ഓഗസ്റ്റ് മാസത്തിൽ സുഡിയോയിൽ ഓഫറൊക്കെ ഉണ്ട്. അപ്പം ഞാനും ഫ്രണ്ട്സും കൂടെ മലപ്പുറം സുഡിയോയിലേക്ക് പോയി. അവിടുത്തെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിക്കാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. എല്ലാവരുടെ കയ്യിലും ഡ്രസ്സൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് ഒരു പരിമിതിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഷോപ്പിൽ കയറിയിട്ട് ആദ്യം തന്നെ എൻ്റെ കണ്ണു പോയത് ഈ ഡ്രസ്സിലേക്കാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നുമല്ല, നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. ഇതിന് 799 ഇത് സെയിലിൽ പെടുന്നതല്ല. ഞാനിത് എടുക്കാൻ വേണ്ടിയിട്ട് ട്രയൽ ചെയ്തു, പക്ഷേ ഇതിൻ്റെ നെക്ക് ഭയങ്കര ഡീപ്പാണ്. അപ്പോൾ ഇതെന്ത് എനിക്ക് എടുക്കാൻ തോന്നിയില്ല. അങ്ങനെ ഞാൻ മനസ്സോടെ അത് തിരിച്ചു വെച്ചു. ഇത് സെയിൽ പെടുന്നതാണ് കേട്ടോ. ഇതിന് 499 സെയിൽ പ്രൈസ് 299. ഇതും 499 ഉള്ളത് 299 സെയിൽ പ്രൈസ്. ഈ ടോപ്പ് എൻ്റെ ഫ്രണ്ട് ട്രൈ ചെയ്തിരുന്നു. 899 ഇതിന് വരുന്നത്. പക്ഷേ ഇതിനും കഴുത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എടുത്തില്ല. എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സസ്സാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈപ്പ് ഏരിയയൊക്കെയാണ് ഫോക്കസ് ചെയ്തത്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും റേറ്റൊക്കെ കാണുന്നത്. ഈ 799, 899 ഇതൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സിൻ്റെ കളക്ഷൻസും അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഭാഗം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. എല്ലാ കളക്ഷൻസൊക്കെ ഉണ്ട്. കിഡ്സ് സെക്ഷനിൽ ഗേൾസിൻ്റെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ സെയിലിൻ്റെ ഭാഗത്ത് അങ്ങനെ വല്ലാതെ കണ്ടില്ല. ബോയ്സിൻ്റെ കളക്ഷൻസ് വളരെ കുറവാണ്. 3-4 മോഡൽസ് മാത്രമേ ഉള്ളൂ. എനിക്കൊരു മോനാണ്. ഞാൻ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഇതിന് 399 ഈ ടീഷർട്ടും ഈ ട്രൗസറും. ഇതൊക്കെ സെയിൽ പ്രൈസ് ആണ് 399. ഇത് കണ്ടോ, 149 ഈ വൈറ്റ് ഷൂ ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഇത് കുറേ ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ കുറേ പേര് എടുത്തിട്ടുണ്ട്. ഈ ചെരുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വൈറ്റ് കളറുണ്ട്. 499 ആണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ മേക്കപ്പ് പ്രോഡക്ട്സ്, സ്കിൻ കെയർ ആ ഒരു സെക്ഷനിലൊക്കെ വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെർഫ്യൂംസ്, വൈപ്സ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഡ്രസ്സസിൻ്റെ കാര്യത്തിലൊക്കെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ചില സെക്ഷനിൽ നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല ടോപ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ കുറേ ടോപ്സിന് ഡീപ്പ് നെക്ക്, വൈഡ് നെക്ക് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. കാരണം അങ്ങനത്തെ യൂസ് ചെയ്യാത്ത ആളുകളായിരിക്കും മെജോറിറ്റി ഉണ്ടായിരിക്കുക. പിന്നെ ഫുഡ് വെയേഴ്സ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ ഒക്കെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ സ്റ്റുഡിയോ വിശേഷങ്ങൾ.
ഓഗസ്റ്റ് എൻഡ് വരെ ഈ ഓഫേഴ്സൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.